Hi friends, welcome back to Diane's Paradise. Hope you all are doing good. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ഈസി ആയിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള പനീർ ഉണ്ടാക്കാം എന്നുള്ള പ്രോസസ്സാണ് കാണിക്കാൻ പോകുന്നത്. പനീർ ഉണ്ടാക്കാൻ വെറും 2 ഇൻഗ്രീഡിയൻസ് ആണ് ആവശ്യമുള്ളത്. കട്ടിയുള്ള പാലും ചെറുനാരങ്ങ നീരും. ചെറുനാരങ്ങ നീര് ഇല്ലെങ്കിൽ അതിൻ്റെ പകരമായിട്ട് വിനാഗിരിയും യൂസ് ചെയ്യാം. ആദ്യം തന്നെ പാൽ നന്നായിട്ട് തിളപ്പിക്കണം. ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഫുൾ ക്രീം മിൽക്കാണ്. ഇപ്പോൾ ഫുൾ ക്രീം മിൽക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോർമൽ പാലെടുത്തിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് ഫ്രഷ് ക്രീം വാങ്ങിയിട്ട് ആഡ് ചെയ്തിട്ട് അതിൻ്റെ തിക്നെസ് കൂട്ടാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ടോട്ടലായിട്ട് 2 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. പാൽ തിളയ്ക്കുന്നതിൻ്റെ മുമ്പ് ഇതിനൊന്ന് ഇളക്കി കൊടുക്കണം, അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ പാൽ ഏകദേശം തിളച്ചിട്ടുണ്ട്. തിളച്ചതിന് ശേഷം ഫ്ലെയിം ലോ ആക്കണം. ലോ ആക്കിയതിൻ്റെ ശേഷം അതിലേക്ക് ചെറുനാരങ്ങ നീര് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കണം. ഒന്നായിട്ട് ഒഴിക്കരുത്, ഓരോ ടീസ്പൂൺ വെച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. പാല് പിരിയാൻ എത്ര ചെറുനാരങ്ങ നീരാണ് ആവശ്യം അത്ര മാത്രം ഇതിലേക്ക് ഒഴിച്ചാൽ മതി. അതുകൊണ്ട് ഓരോ ടീസ്പൂൺ വീതം ഒഴിച്ചിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക, പാല് പിരിഞ്ഞെന്ന് നോക്കുക. പിരിഞ്ഞിട്ടില്ലെങ്കിൽ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം. ടോട്ടൽ ഇതിലേക്ക് എത്ര ലെമൺ ജ്യൂസ് ആവശ്യമുണ്ടാവുമെന്ന് നമുക്ക് ഒറ്റയ്ക്ക് പറയാൻ പറ്റില്ല, അത് ഡിപ്പെൻഡ് ചെയ്യും. ഇതിപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കുറച്ച് ഒഴിച്ച് നോക്കിയതിൻ്റെ ശേഷം അതിൻ്റെ കണക്കായിട്ട് കൂടുതലോ കുറവോ ഒഴിക്കുക. ഇതിപ്പോൾ എനിക്ക് ഇതിലേക്ക് ഒരു 6 ടീസ്പൂൺ എന്ന് പറയാൻ പറ്റില്ല, ഞാൻ വളരെ ചെറിയ സ്പൂണിൽ കുറച്ചായിട്ടാണ് ഒഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ഏകദേശം കണക്ക് പറയേണ്ടത് 3-4 ടേബിൾ സ്പൂണാണ് ഇതിലേക്ക് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു ചെറിയ ഫാമിലിക്ക് ഒരു നേരത്തെ ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ് പനീർ ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും പാലിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ 1/2 ലിറ്റർ മുതൽ നിങ്ങൾക്ക് എത്ര ലിറ്റർ വരെയും ഇതിലേക്ക് എടുക്കാം. 1/2 ലിറ്റർ നല്ല ഫുൾ ഫാറ്റ് മിൽക്കായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് നല്ലൊരു അറ്റ്ലീസ്റ്റ് ഒരു 100 ഗ്രാംസോളം പനീർ നിങ്ങൾക്ക് കിട്ടും. ഒരിക്കൽ ഫ്ലെയിം ലോ ആക്കി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അത് കൂട്ടാനും കുറയ്ക്കാനും നിൽക്കരുത്. ആ ലോ ഫ്ലെയിമിൽ തന്നെ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം നമ്മുടെ പനീറിൻ്റെ ടെക്സ്ചർ നല്ല സോഫ്റ്റായിട്ട് വരില്ല. ഇപ്പോൾ പാല് നന്നായിട്ട് പിരിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇടാം. ഐസ് ക്യൂബ്സ് ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ടെമ്പറേച്ചർ കുറച്ച് താഴേക്ക് വരും. അപ്പോൾ ഇത് തണുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. 5-10 മിനിറ്റോ ഐസ് ക്യൂബ്സ് ഇട്ടതിൻ്റെ ശേഷം വെയിറ്റ് ചെയ്യണം. അത് തണുക്കുന്ന വരെ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു സ്ട്രെയിനർ റെഡിയാക്കണം. ഒരു സ്റ്റീലിൻ്റെ പാത്രം ഞാൻ അടിയിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ ഒരു ഓട്ടയുള്ള പാത്രം, അതെന്ന് വെച്ചാൽ വെള്ളമൊക്കെ താഴേക്ക് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ മുകളിലേക്ക് ഞാൻ കട്ടി കുറഞ്ഞ കോട്ടൻ്റെ തുണിയാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റായി. ഇത് അത്യാവശ്യം ചൂട് തണിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതിനെ ഈ സ്ട്രെയിനറിൽ കൂടെ അരിച്ചെടുക്കണം. നമ്മൾ മേലെ യൂസ് ചെയ്തിരിക്കുന്ന കോട്ടൻ്റെ തുണി കുറച്ച് നനച്ചിട്ട് വേണം ഇടാൻ. നനവോടൊക്കെ ആയിരിക്കണം നമ്മളിതിലേക്ക് യൂസ് ചെയ്യേണ്ടത്. ഇതിലുള്ള എക്സസ് വെള്ളമൊക്കെ കളയണം. അതുകൊണ്ടൊരു സ്പൂണിൻ്റെ ഹെൽപ്പ് വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് വെള്ളമൊക്കെ താഴേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് തണുത്ത വെള്ളം ഒഴിക്കാം. ഇത് നിർബന്ധമുള്ള സ്റ്റെപ്പല്ല. ഇത് ഞാൻ ഒഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പാലിൽ നമ്മൾ ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് അതിനകത്തുള്ള എക്സ്ട്രാ ഒരു വല്ല പുളിപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കളയാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് 1 കപ്പ് തണുത്ത വെള്ളം ഒഴിക്കുക. എന്നിട്ട് രണ്ടാമതും അത് പിഴിഞ്ഞ് അതിനകത്തുള്ള എക്സസ് വെള്ളം എല്ലാം നന്നായിട്ട് കളഞ്ഞതിൻ്റെ ശേഷം തുണി നന്നായിട്ട് ചുറ്റി പിടിച്ചിട്ട് നന്നായിട്ട് കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. കൈകൊണ്ട് എത്ര മാക്സിമം വെള്ളം നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റും അത്രയും പിഴിഞ്ഞ് കളയാൻ നോക്കാം. എനിക്കിപ്പോൾ ഇത്രയും പാൽ വെച്ച് ഇതേപോലത്തെ 2 സെറ്റ് പനീറാണ് കിട്ടിയിരിക്കുന്നത്. ഇത് ഞാൻ 2 പോർഷനായിട്ട് കട്ട് ചെയ്തെന്താണെന്ന് വെച്ചാൽ കാണിക്കാനും എടുക്കാനും ഈസി ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ്. ഇത് ഞാൻ നന്നായിട്ട് വെള്ളമൊക്കെ കളഞ്ഞ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഞാനിപ്പോൾ ഒരു പ്ലേറ്റ് തന്നെ വേണമെന്നില്ല, എന്തെങ്കിലും വെയിറ്റ് ആയിട്ടുള്ളൊരു സാധനം അതിൻ്റെ മുകളിൽ വെക്കുക. നമ്മുടെ ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ എക്സസ് ഇതിൻ്റെ ശേഷം ഇനി എന്തെങ്കിലും വെള്ളം ഉണ്ടെങ്കിലും അതും നന്നായിട്ട് കളയാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ മുകളിൽ ഞാൻ ഈ ഒരു കല്ല് വെച്ചിരിക്കുകയാണ്. അത് താഴെ കൂടെ ബാക്കിയുള്ള വെള്ളമൊക്കെ പ്രസ് ചെയ്തിട്ട് കളയാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഇതൊരു
2.5-3 മണിക്കൂറോളം വെക്കണം. ഇതാണ് പനീർ ഉണ്ടാക്കിയതിൻ്റെ ശേഷം എക്സസ് ആയിട്ട് കിട്ടിയിരിക്കുന്ന വെള്ളം. ഈ വെള്ളത്തിന് കുറേ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ഈ വെള്ളം വെച്ച് നമുക്ക് ചപ്പാത്തിക്ക് മാവോ പൂരിക്ക് മാവോ ഒക്കെ കുഴയ്ക്കുമ്പോൾ വെള്ളത്തിൻ്റെ പകരമായിട്ട് യൂസ് ചെയ്യാം. അതല്ലാതെ നമ്മൾ നൂഡിൽസൊക്കെ ബോയിൽ ചെയ്യുകയാണെങ്കിൽ അതിന് വെള്ളത്തിൻ്റെ പകരമായിട്ട് ഈ വെള്ളം യൂസ് ചെയ്യാം. അതല്ല ദാൽ ഫ്രൈയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രേവി ഉണ്ടാക്കുകയാണെങ്കിൽ വെള്ളത്തിൻ്റെ പകരം ഈ ഒരു വെള്ളം ഒഴിച്ചാലും നല്ല ടേസ്റ്റിയുമായിരിക്കും, ഹെൽത്തിയുമായിരിക്കും. ഇപ്പോൾ 3 hours കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പനീർ റെഡി ആയിട്ടുണ്ട്. ഞാനിതിപ്പോൾ കല്ലെടുത്ത് മാറ്റി പ്ലേറ്റ് എടുക്കുകയാണ്. അത് കാണാൻ നിങ്ങൾക്ക് നല്ല ഫ്ലാറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ചെറിയ പ്ലേറ്റിൻ്റെയൊക്കെ ഇമ്പ്രഷൻ വന്നിട്ടുണ്ട് അടിയിൽ. ഇതിപ്പോൾ ഞാൻ ആ ബാസ്ക്കറ്റിനുള്ളിൽ വെച്ചതുകൊണ്ടാണ്. നിങ്ങൾക്ക് ആ ബാസ്ക്കറ്റിനുള്ളിൽ അല്ലെങ്കിൽ ഇതേപോലെ ഫ്ലാറ്റായിട്ടുള്ളൊരു സർഫേസിൽ മാക്സിമം വെള്ളം കളഞ്ഞതിൻ്റെ ശേഷം അതിൻ്റെ മുകളിൽ ആ കല്ലെടുത്ത് വെക്കുകയാണെങ്കിലും നല്ലതാണ്. നല്ലൊരു ഫ്ലാറ്റായിട്ടുള്ള ഒരു പനീർ റെഡി ആയിട്ട് കിട്ടും. ഇതിപ്പോൾ നല്ല രസമായിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഞാനിത് ഓപ്പൺ ചെയ്യാണ്. ഇതാ ഇപ്പം നമ്മളുടെ ഹോം മെയ്ഡ് പനീർ റെഡിയാണ്. ഇതിനെ നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. ഇവിടെ ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ചെറിയ സ്ക്വയറായിട്ട് കട്ട് ചെയ്യാണ്. ഇതിനെ കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും മാത്രം എടുത്തിട്ട് ഗ്രേവിക്ക് യൂസ് ചെയ്യാം. ബാക്കിയുള്ളത് ഒരു പാത്രത്തിൽ ഇട്ടിട്ട് അതിന് ഫ്രീസറിൽ വെച്ചിട്ട് സ്റ്റോർ ചെയ്യാം. ആവശ്യമുള്ള സമയത്ത് ഫ്രീസറിൽ നിന്ന് എടുത്ത് മാറ്റിയതിൻ്റെ ശേഷം തണുപ്പൊക്കെ കളഞ്ഞ് ഇതിനെ തിരിച്ച് റൂം ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവന്നതിൻ്റെ ശേഷം നിങ്ങൾക്ക് ഗ്രേവിയിൽ യൂസ് ചെയ്യാം. കടയിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടി നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിരിക്കും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പനീർ. പനീർ വെച്ച് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ബട്ടർ പനീർ മസാലേൻ്റെ റെസിപ്പി ഞാൻ എൻ്റെ ചാനലിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും മലയാളത്തിൽ ഇതിൻ്റെ ശേഷം. എല്ലാവരും കാണണം, എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഈ പനീറെല്ലാം ഇതേപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ ടിന്നിലാണ് സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കണ്ടില്ലേ എത്ര ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ പനീർ റെഡിയാക്കാമെന്ന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോനെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. ഞാൻ ഇതേപോലത്തെ ഇനിയും വെറൈറ്റി ആയിട്ടുള്ള സ്വീറ്റ് ആൻഡ് സേവറി ഡിഷസുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.